കൊല്ലം ചിതറയിൽ പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ജീപ്പുകളുടെയും ഗ്ലാസ് അടിച്ചു തകർത്തു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തില്ലെന്നാരോപിച്ചാണ് ഭർത്താവ് കളമാന്തിയുമായി സ്റ്റേഷനിലെത്തി. സ്റ്റേഷന് മുൻവശത്തുണ്ടായിരുന്ന പോലീസ് ജീപ്പുകളുടെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്. ചിതറ പുതുശ്ശേരി സ്വദേശിയായ ധർമ്മദാസാണ് ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചത്. ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു വിറ്റ 3 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് ഭാര്യ എടുത്ത് ഭാര്യയുടെ വീട്ടുകാർക്ക് നൽകി എന്നാരോപിച്ച് ധർമ്മദാസ് ചിതറ പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഭാര്യയെയും ധർമ്മദാസിനെയും ചിതറ സ്റ്റേഷനിൽ വിളിച്ച് പണം ദൂർത്തടിക്കുന്ന ഭർത്താവ് ഈ പണവും ചിലവഴിച്ചു കളയും എന്നതുകൊണ്ട് ഭാര്യ 3 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസിലെ സുകന്യ അക്കൗണ്ടിലേക്ക് സ്ഥിരമായി 2 മക്കളുടെ പേരിൽ നിക്ഷേപിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ പോലീസ് ഇരുകൂട്ടരോടും സംസാരിച്ചു. എന്നാൽ ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്ന് ധർമ്മദാസ് വാശി പിടിച്ചു. വേണ്ടത് ചെയ്യാമെന്ന് SI പറഞ്ഞതിനെ തുടർന്ന് ഇവർ 2 പേരും സ്റ്റേഷനിൽ നിന്ന് മടങ്ങിപ്പോയി. തുടർന്നാണ് ഇന്ന് രാവിലെ 6:30 മണിയോടെ സ്റ്റേഷനിലെത്തിയ ധർമ്മദാസ് കളമാന്തുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന 2 ജീപ്പുകളുടെയും മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ പോലീസ് രക്ഷപ്പെടാൻ ശ്രമിച്ച ധർമ്മദാസിനെ കസ്റ്റഡിയിലെടുത്തു. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ധർമ്മദാസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.